ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശ്രീരാമൻ മനുഷ്യനായി ജനിച്ച് ജീവിച്ചു. സന്തോഷവും സുഖവും ദുഃഖവുമെല്ലാം അനുഭവിക്കുന്നതായി മറ്റുള്ളവർക്ക് തോന്നി. യുദ്ധം ചെയ്തും രാജ്യം ഭരിച്ചും. എന്നാൽ അപ്പോഴെല്ലാം താൻ പരമാത്മാവാണെന്നും ഈ ജീവിതം കേവലം നിയോഗമാണെന്നും അദ്ദേഹം അറിഞ്ഞിരുന്നു. ശ്രീകൃഷ്ണന്റെ ജീവിതവും ഇങ്ങനെ തന്നെ. ഈ സഹജ സമാധിയാണ് തിന്മയെ ഉന്മൂലനം ചെയ്യാനും നന്മയെ പരിപാലിക്കാനും നീതി നടപ്പാക്കാനുമെല്ലാം അവരെ പ്രേരിപ്പിച്ചതും അവരെ ആരാധ്യ പുരുഷന്മാരാക്കിയതും. മലയാളത്തിലെ ഭക്തി പ്രസ്ഥാന കാലഘട്ടത്തിലെ ഒരു പ്രധാന കവിയായിരുന്നു നിരണത്ത് രാമപണിക്കർ. തൃക്കപാലീശ്വരത്തെ ശിവന്റെ ഭക്തനായിരുന്നു ഇദ്ദേഹം. കണ്ണശ രാമായണം, ശിവരാത്രി മഹാത്മ്യം എന്നിവയാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ. അധ്യാത്മരാമായണ രചനയ്ക്ക് എഴുത്തച്ഛനെ പ്രേരിപ്പിച്ചതുപോലും ഈ കൃതികളാണെന്നാണ് വിശ്വസിക്കുന്നത്. ഇനി ഇന്നത്തെ സന്ധ്യാനാമം കേൾക്കാം. ഗണപതി ഗണപതി ഗണപതിയേ പമ്പാ ഗണപതിയേ, 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 ഗുണനിധി ഗുണനിധി ഗുണനിധിയേ പാരിന്നധിപതിയേ, ഗുണനിധി ഗുണനിധി ഗുണനിധിയേ പാരിന്നധിപതിയേ, ഗുണനിധി ഗുണനിധി ഗുണനിധിയേ പാരിന്നധിപതിയേ, ഗുണനിധി ഗുണനിധി ഗുണനിധിയേ പാരിന്നധിപതിയേ, ഗണപതേ വരഗണപതേ ഗുണഗണപതേ മമ ഗണപതേ, ഗണപതി ഗണപതി ഗണപതിയേ പമ്പാ ഗണപതിയേ, ഗണപതി ഗണപതി ഗണപതിയേ പമ്പാ ഗണപതിയേ. മുപ്പത്തിമുക്കോടി ദേവകളിൽ ആദി പൂജ കൊള്ളും ഗണപതിയേ, മുപ്പത്തിമുക്കോടി ദേവകളിൽ ആദി പൂജ കൊള്ളും ഗണപതിയേ, ക്ഷിപ്രപ്രസാദിയാം ഗണപതിയേ, ക്ഷിപ്രപ്രസാദിയാം ഗണപതിയേ മമ വിഘ്നങ്ങൾ തീർത്തരുൾ ഗജമുഖനേ, ഗണപതേ വരഗണപതേ ഗുണഗണപതേ മമ ഗണപതേ, ഗണപതി ഗണപതി ഗണപതിയേ പമ്പാ ഗണപതിയേ, ഗണപതി ഗണപതി ഗണപതിയേ പമ്പാ ഗണപതിയേ. തുമ്പിക്കൈ തന്നിൽ മോദകവും കൊമ്പുകൾ ലംബോദരനു ചേരും, തുമ്പിക്കൈ തന്നിൽ മോദകവും കൊമ്പുകൾ ലംബോദരനു ചേരും, വരമിതുവരുളുക ഗണപതിയേ, വരമിതുവരുളുക ഗണപതിയേ, വരമിതുവരുളുക ഗണപതിയേ മമ വഴിതിൽ തുണയ്ക്കുക ഗജമുഖനേ, മഹാകാവ്യനാടകാദിപ്രിയം, മഹാകാവ്യനാടകാദിപ്രിയം മൂഷികവാഹനമോദകപ്രിയം, മഹാകാവ്യനാടകാദിപ്രിയം മൂഷികവാഹനമോദകപ്രിയം, മഹാഗണപതി
പഴയകാല ഹൈന്ദവ ഭവനങ്ങളിൽ തുളസിത്തറകൾ നിർബന്ധമായിരുന്നു. അത്യധികം ഔഷധ ഗുണമുള്ള ഈ സസ്യത്തെ വിളക്ക് വെച്ച് ആരാധിച്ചിരുന്നതിന്റെ പിന്നിൽ നിരവധി ഐതിഹ്യങ്ങളും പുരാണ സംബന്ധിയായ കഥകളുണ്ട്. തുളസിയുടെ മഹാത്മ്യമാകട്ടെ ഇന്നത്തെ കഥയമമയിൽ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വീട്ടിലെ ആരാധനകളെ കുറിച്ചൊക്കെയാണ് കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ പറഞ്ഞത്. വീട്ടിൽ ഗണപതി ഹോമം ചെയ്യുന്നു, വീട്ടിൽ ഭഗവത് സേവ ചെയ്യുന്നു, വീട്ടിലെ നിലവിളക്കിൻ്റെ പ്രാധാന്യം എന്താണ്. ഇതുപോലെ പ്രാധാന്യമുള്ളൊരു വിശേഷപ്പെട്ട വസ്തു അല്ലെങ്കിൽ ഒരു ചൈതന്യം നമ്മുടെ ഒക്കെ വീടുകളിൽ, അതിപ്പോൾ ആധുനിക സൗകര്യങ്ങളോടുകൂടി ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്താണെങ്കിലും ഗ്രാമീണത നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്താണെങ്കിലും ഇത് ഉള്ള ഒരു വീടിനാണ് പൂർണ്ണ തോതിൽ ഐശ്വര്യമുണ്ട് എന്ന് നമ്മൾ പറയാറുള്ളൂ. അതുകൊണ്ട് സാധിക്കുന്ന സാഹചര്യങ്ങളിൽ ഈ വസ്തു അല്ലെങ്കിൽ ഈ വിശേഷപ്പെട്ട ചൈതന്യത്തെ നമ്മുടെ വീടുകളിൽ നമ്മൾ ഉറപ്പായിട്ടും അതിനെ സംരക്ഷിക്കണം എന്നും നമ്മുടെ ധർമ്മം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്നിനെക്കുറിച്ചുമല്ല ഞാൻ പറയുന്നത്, ഏറ്റവും വിശേഷപ്പെട്ട ഗോവിന്ദ ചരണപ്രിയെ എന്ന് വിളിക്കപ്പെടുന്ന സാക്ഷാൽ തുളസീ ദേവിയെക്കുറിച്ചാണ് ഈ സംസാരിച്ചത്. ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത് തുളസിയുടെ മാഹാത്മ്യത്തെക്കുറിച്ചാണ്. ആരാണ് തുളസി യഥാർത്ഥത്തിൽ? ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോഴും പറഞ്ഞിരുന്നു, ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ഗോപസ്ത്രീകൾ, ഭഗവാനെ കാണാനായിട്ട് വൃന്ദാവനത്തിലൂടെ ഭഗവാന്റെ സാന്നിധ്യം കിട്ടാനായിട്ട് പാട്ടുപാടി നടക്കുന്ന ഒരു ഭാഗം ശ്രീമദ് ഭാഗവത്തിലുണ്ട്. രാസക്രീഡ നടക്കുന്ന സമയത്ത് ഗോപസ്ത്രീകൾക്ക് ഞങ്ങളാണ് ഏറ്റവും വലിയ ഭക്തർ, അല്ലെങ്കിൽ എൻ്റെ ഈ സൗന്ദര്യത്തിൽ, എൻ്റെ ഈ ഭംഗിയിൽ കൃഷ്ണനിത അഭിരമിച്ചിരിക്കണു എന്നൊരു ചിന്ത ഉണ്ടായി. ആ സമയത്ത് ഭഗവാൻ അവിടെ നിന്ന് അന്തർധാനം ചെയ്തു പോയി എന്നാണ്. ഈ ഞാൻ എന്നുള്ള ചിന്ത എവിടെയൊക്കെ ഉണ്ടായോ അവിടെ എന്നും ഭഗവാൻ നിൽക്കാറില്ലല്ലോ. അങ്ങനെ ഭഗവാൻ അന്തർധാനം ചെയ്തു പോയ സമയത്ത് ഈ ഗോപസ്ത്രീകൾ വൃന്ദാവനത്തിൽ മുഴുവൻ നടന്ന് ഭഗവാനെ തേടുന്നൊരു രംഗം ഭാഗവത്തിൽ പറയുന്നുണ്ട്. ഞാൻ ഉപയോഗിച്ച ശബ്ദം വൃന്ദാവനം എന്നാണ്. വൃന്ദാവനം എന്ന് പറഞ്ഞാൽ തന്നെ തുളസി ചെടികൾ കാട് പോലെ വളർന്നു നിൽക്കുന്ന സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം. അത്രയധികം തുളസിയുള്ള സ്ഥലം. അതുകൊണ്ട് തന്നെ ഭഗവാൻ എവിടെ പോയി എന്ന് ആദ്യം ഗോപസ്ത്രീകൾ ചോദിക്കുന്നത് തുളസി ചെടിയോടാണ്. കച്ചിത്തുളസി കല്യാണി ഗോവിന്ദ ചരണപ്രിയ എന്നാണ് വിളിച്ചത്. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ എപ്പോഴും കിടക്കുന്ന ആളാത്രേ സാക്ഷാൽ തുളസി. അതുകൊണ്ട് തന്നെ ഭഗവാനെ ആരാധിക്കുന്നതിന് തുല്യമാണ് തുളസി ആരാധിക്കുന്നത്. യഥാർത്ഥത്തിൽ തുളസി മഹാലക്ഷ്മി ചൈതന്യമായിട്ടാണ് പൊതുവിൽ ആരാധിച്ചു പോരുന്നത്. നമ്മുടെ കുടുംബത്തിന് ഒരു ഐശ്വര്യം ഉണ്ടാവണമെങ്കിൽ, കുടുംബത്തിൽ സമൃദ്ധി ഉണ്ടാവണമെങ്കിൽ, ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആ ലക്ഷ്മി ഭഗവതിയുടെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്ന് നമ്മൾ പരിശോധിച്ചാൽ വളരെ എളുപ്പമാണ്. നല്ലൊരു തുളസിത്തറ അല്ലെങ്കിൽ ഒരു തുളസി ചെടിയെ പരിപാലിക്കുന്നതിലൂടെ ലക്ഷ്മി നാരായണന്മാരുടെ അനുഗ്രഹം നമുക്ക് ഉണ്ടാവും എന്നാണ് മഹാത്മാക്കൾ പറയാറുള്ളത്. എങ്ങനെയാണ് ഭഗവതിക്ക് ഇത്രയധികം പ്രാധാന്യം ഉണ്ടായത്? ഒരിക്കൽ വൈകുണ്ഠത്തിൽ നിന്ന് ഒരു ശാപം കിട്ടി ഭൂമിയിൽ പോയി ജനിക്കുന്നു മഹാലക്ഷ്മി. അപ്പോൾ ഭഗവതി എടുത്ത അവതാരമാണത്രേ ഈ തുളസി എന്ന് പറയുന്ന അവതാരം. അപ്പം ശംഖുചൂടൻ എന്ന് പറയുന്ന ഒരു അസുരനാണത്രേ ആ സമയത്ത് ദേവിയെ വിവാഹം കഴിക്കാനായിട്ട് ശ്രമിച്ചത്. അവൻ്റെ പാതിവൃത്യം നശിച്ചാൽ മാത്രമേ അവനെ വധിക്കാൻ സാധിക്കൂ എന്നൊരു വരം ബ്രഹ്മാവിൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹം വാങ്ങിയിരുന്നു. അതുകൊണ്ട് ഭഗവാൻ നാരായണൻ തന്നെ ഈ അസുരൻ്റെ വേഷത്തിൽ ഭഗവതിയുടെ അടുത്തേക്ക് പോവുകയും ഭഗവതിയെ കബളിപ്പിക്കാൻ ശ്രമിച്ചു എന്നുമാണ്. അങ്ങനെ ദേവിയുടെ പാതിവൃത്യം നശിപ്പിച്ചപ്പോൾ അത്രേ ഈ അസുരനെ വധിക്കാൻ സാധിച്ചത്. ആ സമയത്ത് ഭഗവതിക്ക് ഭഗവാനോട് അതിയായിട്ടുള്ള സ്നേഹം ഉണ്ടാവുകയും ഭഗവതിയുടെ ആ പൂർവ്വജന്മത്തിൻ്റെ സുഹൃതം, അതിൻ്റെ ആ ഒരു സ്മൃതി ആ ഭഗവതിക്ക് തോന്നുകയും താൻ യഥാർത്ഥത്തിൽ മഹാലക്ഷ്മിയാണെന്നുള്ള ഭാവത്തിൽ ഭഗവാന്റെ കൂടെ വൈകുണ്ഠത്തിലേക്ക് ദേവി പോയി എന്നുമാണ്. ആ സമയത്ത് ദേവി ശരീരം ഉപയോഗിച്ചപ്പോൾ ആ ശരീരത്തിൽ നിന്നുണ്ടായതാണ് തുളസി എന്നാണ് പറയുക. ആ ശരീരത്തിൽ നിന്നുണ്ടായ തുളസിയിൽ ദേവിയുടെ സദാസമയത്തുള്ള സാന്നിധ്യം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ തുളസിയെ മഹാലക്ഷ്മിയായി കണ്ടാണ് എപ്പോഴും നമ്മൾ ആരാധിക്കാറുള്ളത്. ഒരു ദിവസം തുടങ്ങാൻ ഏറ്റവും നല്ലൊരു പ്രവർത്തനമായിട്ട് പറയുന്നത് രാവിലെ ദേഹശുദ്ധിക്ക് ശേഷം തുളസി ചെടിക്ക് വേണ്ട വെള്ളം കൊടുത്തുകൊണ്ട് ഒരു ദിവസം നമുക്ക് ആരംഭിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ശ്രേയസ്കരമായിട്ട് മറ്റൊന്നും തന്നെ ഇല്ല എന്നാണ് മഹാത്മാക്കൾ പറയാറുള്ളത്. ഇന്ന് നമ്മളൊക്കെ എപ്പോഴും വിഷമിക്കുന്ന ഈ ധനസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹാരം ഉണ്ടാവാൻ ഒരു പരിധിവരെ തുളസിയെ മാത്രം വേണ്ട തരത്തിൽ പരിചരിച്ചാൽ മതി എന്നുമാണ് മഹാത്മാക്കളുടെ വാക്യം.
അതുകൊണ്ട് എല്ലാ വീട്ടിലും ഒരു തുളസി ചെടിയെങ്കിലും, തുളസി തറയൊന്നുമില്ല എന്നുണ്ടെങ്കിലും ഒരു തുളസി ചെടിയെങ്കിലും പരിപാലിക്കുക എന്നുള്ളത് സനാതനധർമ്മത്തിൻ്റെ കാതലായിട്ടുള്ളൊരു വിശ്വാസമാണ്. അത് ഏത് സാഹചര്യത്തിലും നമ്മൾ എവിടെ പോയിരുന്നാലും തുളസി എന്ന് പറയുന്ന ആ വിശേഷപ്പെട്ട ചെടിക്ക് എല്ലാ തരത്തിലുള്ള കാലാവസ്ഥയിലും വളരാനുള്ള ശേഷിയുണ്ട്, അതിനെ നന്നായിട്ട് പരിപാലിച്ചാൽ മാത്രം. അതുകൊണ്ട് എവിടെ ആണെങ്കിലും നമുക്ക് നമ്മുടെ സംസ്കൃതിയെ മുറുകെ പിടിക്കാൻ സാധിക്കുന്ന അടയാളങ്ങളിൽ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒന്നാണ് ഒരു തുളസി ചെടിയെ വേണ്ട തരത്തിൽ പരിപാലിക്കുക എന്നുള്ളത്. അത് നിരവധിയായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറ കൂടിയുള്ള ഒരു വൃക്ഷമാണ്. നമുക്കറിയാം, നിരവധിയായിട്ടുള്ള ഔഷധ മൂല്യം തുളസിക്കുണ്ട്. പലപ്പോഴും പല ദിവ്യ ഔഷധങ്ങളിലും തുളസിയുടെ സാന്നിധ്യം ഉണ്ട് എന്ന് ആധുനിക ശാസ്ത്രം പോലും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പലതരത്തിലുള്ള അണുനാശിനികളിൽ ആൻറ്റിസെപ്റ്റിക് ആയിട്ടും ആൻറ്റിബയോട്ടിക് ആയിട്ടും ഒക്കെ ഉപയോഗിക്കുന്നതിലൊക്കെ തുളസിയിൽ നിന്ന് എടുക്കുന്ന വസ്തുക്കൾ ഉണ്ട് എന്ന് ആധുനിക ശാസ്ത്രം പോലും സമ്മതിക്കുന്നതാണ്. എന്നാൽ അതിന് യഥാർത്ഥത്തിലുള്ള മഹത്വം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതൊരു ഭഗവാന്റെ കാൽപാദങ്ങളെയാണോ നമ്മൾ നിരന്തരം ആശ്രയിക്കുന്നത്, ആ കാൽപാദങ്ങളിൽ നിരന്തരം സ്ഥാനം കിട്ടിയിട്ടുള്ള ഒരാളാണ് തുളസി. തുളസി ഇല്ലാത്ത ഒരു വൈഷ്ണവ സമ്പ്രദായത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനേ സാധിക്കില്ല. എങ്ങനെയാണോ മഹാദേവൻ ഈ വില്വപത്രം, കൂവളം എന്ന് വിളിക്കപ്പെടുന്ന വിശേഷപ്പെട്ട ഇലയെ കാണുന്നത്, അതുപോലെ സാക്ഷാൽ നാരായണൻ കാണുന്ന ഒരു വസ്തുവാണ് തുളസി ഇല എന്ന്. ആ 2 തുളസി ഇല മാത്രം കൊടുത്താൽ തന്നെ ഭഗവാൻ സന്തോഷിക്കും എന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള ആ തുളസിച്ചെടിയെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ആ തുളസിയുടെ പരിപാവനമായിട്ടുള്ള വളർച്ചയ്ക്ക് നമ്മളാലാവുന്ന തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. മറ്റൊരു കഥയുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. ശ്രീകോവിലിൽ കുടികൊള്ളുന്ന ദേവതാ സങ്കല്പത്തിനനുസരിച്ചാണ് പ്രദക്ഷിണങ്ങളുടെ എണ്ണവും രീതിയും വേണ്ടത്. ഭയത്തെ നശിപ്പിക്കുക, മോക്ഷം നേടുക, രോഗങ്ങൾ ഇല്ലാതാക്കുക, ഐശ്വര്യം നേടുക എന്നിവയാണ് പ്രദക്ഷിണത്തിന്റെ ഫലങ്ങൾ. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. കാളിദാസഹൃദയത്തിൽ കാവ്യാംഗനയായി കുടിയിരുന്ന് കാളി മഹാകാളി തിരുനാമം പാടുമീ ദാസന്റെ നാവിതിൽ വിരിയേണമേ, അമൃതാക്ഷരപ്പൂവായി വിരിയേണമേ. ഓർമ്മകളുടെ ഉത്സവങ്ങളിലേക്കും സ്വപ്നങ്ങളുടെ കേദാരങ്ങളിലേക്കും ഭക്തിയുടെ ദ്വാപരങ്ങളിലേക്കുമുള്ള മഹത്തായ യാത്രകളിലൊന്നാണ് മുതുകുളം ഗ്രാമത്തിലേക്കുള്ള യാത്ര. കാളി മഹാകാളി തിരുനാമം പാടുമീ ദാസന്റെ നാവിതിൽ വിരിയേണമേ, അമൃതാക്ഷരപ്പൂവായി വിരിയേണമേ. കാളിദാസ ഹൃദയത്തിൽ. ഓരോ ഗ്രാമങ്ങളും സ്നേഹത്തിൻ്റെ ഒരു കൊച്ചു ദ്വീപ് പോലെയാണ്. അത്യപൂർവമായ വൃക്ഷലതാദികളും ആർദ്രമായ ഭൂപ്രകൃതിയുമൊക്കെ ഈ ഗ്രാമത്തിനു ചാരുതയേകുമ്പോൾ ഈ ദേശത്തിൻ്റെ പരദേവതയായ പാണ്ഡവർക്കാവ് ദേവി ഗ്രാമത്തിൻ്റെ നിത്യചൈതന്യമായി വിളങ്ങുന്നു. പാണ്ഡവർക്കാവ് എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മഹാഭാരത കഥയിലെ പഞ്ചപാണ്ഡവന്മാരുടെ പാദസ്പർശമേറ്റ ഭൂമിയാണിതെന്ന വിശ്വാസം ക്ഷേത്ര ചരിത്രത്തെ ദ്വാപരയുഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. കഥനവാൽമീകത്തിൽ തപസിരിപ്പൂ നിൻ കനിവിന്റെ മാലിനി. ഈ പ്രപഞ്ചത്തിലെ മനുഷ്യരാശിയുടെ സർവ്വകഥകളും നിറഞ്ഞു നിൽക്കുന്ന മഹത്തായ ഇതിഹാസമാണല്ലോ മഹാഭാരത കഥ. മാതൃപുത്ര പിതൃസ്നേഹവും ഗുരുശിഷ്യ ബന്ധവും മനുഷ്യനിലെ സർവ്വവികാര വിചാരങ്ങളെക്കുറിച്ചും യുദ്ധത്തിനെയും ശാന്തിയെയും മോക്ഷത്തിനെക്കുറിച്ചുമെന്ന് വേണ്ട ഇന്ന് ആധുനിക ലോകം അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ദിവ്യഗ്രന്ഥമായ ഭഗവത്ഗീത പോലും രചിക്കപ്പെടുന്നത് മഹാഭാരത കഥയിൽ നിന്നാണ്. ആർഷഭാരതം ലോകത്തിന് സമർപ്പിച്ച മഹത്തായ ഗ്രന്ഥങ്ങളിലൊന്നാണ് ഭഗവത്ഗീത.
വേതാള കണ്ഠസ്ഥിതേ. കൗരവരുടെ പ്രധാന ഉപദേഷ്ടാവായിരുന്നല്ലോ കൗശലക്കാരനായ ശകുനി. ദുര്യോധനന്റെ ചിന്തകളിൽ വിഷം നിറയ്ക്കുകയും ഒടുവിൽ കുരുക്ഷേത്ര യുദ്ധത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തതിൽ പ്രധാനിയായ ശകുനി പാണ്ഡവരെ ഉന്മൂലനം ചെയ്യുന്നതിനായി നിരന്തര തന്ത്രങ്ങൾ ഒരുക്കിക്കൊണ്ടേയിരുന്നു. അനുഗ്രഹിക്കൂ രാജരാജേശ്വരി ദുർഗാ മഹാകാളി. ഒരിക്കൽ ശകുനിയുടെ തന്ത്രത്തിൽ കുടുങ്ങി പാണ്ഡവർ ചൂതുകളിക്കാൻ നിർബന്ധിതരാകുകയും ചൂതുകളിയിൽ പരാജയപ്പെടുകയും ചെയ്തതോടുകൂടി മുൻകൂറായി പറഞ്ഞുറപ്പിച്ച ഉടമ്പടി പ്രകാരം പാണ്ഡവർ വനവാസത്തിനും അജ്ഞാതവാസത്തിനും വിധിക്കപ്പെടുന്നു. ഈ വനവാസകാലത്ത് പാണ്ഡവർ ഭാരതത്തിന്റെ പല ഭാഗങ്ങളിലും വസിക്കുകയും അതുമായി ബന്ധപ്പെട്ട് നിരവധി ദേശങ്ങളിൽ പഞ്ചപാണ്ഡവരിൽ പലരുടെ പേരിലും പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രങ്ങളും നിലനിൽക്കുന്നുവെന്നതാണ് സത്യം. മഹാഭാരതത്തിലെ സംഭവ ബഹുലമായ പല കഥകളും നടക്കുന്നത് വടക്കേ ഇന്ത്യൻ പ്രദേശങ്ങളിൽ വച്ചായിരുന്നു എന്ന് പറയപ്പെടുമ്പോഴും തെക്കേ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലൂടെയും വനവാസകാലത്ത് പഞ്ചപാണ്ഡവർ സഞ്ചരിക്കുകയും നിരവധി പ്രദേശങ്ങളിൽ താമസിക്കുകയും ചെയ്തിരുന്നു എന്നതിന് വ്യക്തമായ തെളിവുകളുണ്ട്. സത്വഗുണനിധി നീയമ്മേ. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ പോലും കേരളത്തിന്റെ മണ്ണിലൂടെ പാണ്ഡവന്മാരുമായി യാത്ര ചെയ്തതുമായി ബന്ധപ്പെട്ട് വിശ്വസനീയമായ കഥകൾ നിലനിൽക്കുന്നുണ്ട്. ഈ ജന്മസായുജ്യം നേടുവാൻ നിൻ പുണ്യ ദർശനം. ദ്വാപരയുഗ കാലത്ത് ഓണാട്ടുകരയുടെ പ്രധാന ഭാഗങ്ങളായ ഹരിപ്പാട് മുതൽ കായംകുളം വരെയുള്ള പ്രദേശങ്ങൾ നിറയെ മഹാവനമായ ഖാണ്ഡവ വനമായിരുന്നു. ചരിത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഖാണ്ഡവ വന ദഹന കഥയുമായി ബന്ധപ്പെട്ട ഐതിഹ്യം നിലനിൽക്കുന്ന ക്ഷേത്രങ്ങളാണ് മുതുകുളത്തിന്റെ സമീപ പ്രദേശങ്ങളായ ഏരുവ, ഏവൂർ, പത്തിയൂർ, കണ്ണുമംഗലം, മണ്ണാറശാല എന്നീ ക്ഷേത്രങ്ങൾ. കാവ്യാംഗനയായി കുടിയിരുന്ന് കാളിമ. വനവാസകാലത്ത് പാണ്ഡവർ മുതുകുളം ദേശത്ത് വാസമുറപ്പിച്ചിരുന്നു എന്നതിന് തെളിവുകളുണ്ടെന്ന് പറയപ്പെടുന്നു. ഖാണ്ഡവ ദഹന കഥ അതിലൊന്നാണ്. പാണ്ഡവ മാതാവായ കുന്തിദേവിയെ കുറച്ചുനാളത്തേക്ക് വസിപ്പിക്കുവാനായുള്ള ഇടം തിരക്കി കാണ്ഡവ വനത്തിലൂടെ നടക്കുന്ന ഭീമസേനൻ മുതുകുളത്തെത്തുകയും അവിടെയുള്ള ഒരു കുശവ കുടിലിനു മുന്നിലെത്തി തന്റെ ആവശ്യം അറിയിക്കുകയും ചെയ്തു. അക്കാലത്ത് വളരെയധികം ഗുണമേന്മയുള്ള കളിമണ്ണ് ധാരാളമായുള്ള ദേശമായിരുന്നു മുതുകുളം. ഭീമസേനൻ കുശവ കുടിലുകളിൽ ഒന്നിൽ തന്നെ കുന്തിദേവിയെ താമസിപ്പിക്കുവാനുള്ള ഇടം കണ്ടെത്തുകയും തുടർന്ന് ചുറ്റുമുള്ള 5 കാവുകളിലായി പാണ്ഡവർ 5 പേരും താമസിക്കാനും തുടങ്ങി. ഈ 5 കാവുകളും ഇവിടുത്തെ 5 കരകളിൽ ഉൾപ്പെട്ടതായിരുന്നു. അങ്ങനെയാണ് ഈ പ്രദേശത്തിന് പാണ്ഡവർക്കാവെന്ന പേരുണ്ടാകുന്നത്. പാണ്ഡവർ സഞ്ചരിക്കുന്ന ഇടങ്ങളിലൊക്കെ തന്നെ അവരുടെ ആരാധനാമൂർത്തിയായ സാളഗ്രാമ വിഗ്രഹവും കൂടെ കൊണ്ടുപോകുമായിരുന്നു. അക്കാലത്ത് പാണ്ഡവർ തങ്ങളുടെ സാളഗ്രാമ വിഗ്രഹം ഈ മണ്ണിലും വച്ച് പൂജിച്ചിരുന്നു. നിത്യാരാധനയ്ക്കായി ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള കാളിയേത്ത് വയലിൽ നിന്നും മൺപാത്ര നിർമ്മാണത്തിനുപയോഗിക്കുന്ന കളിമണ്ണുപയോഗിച്ച് ഒരു ആരാധനാബിംബം നിർമ്മിച്ച് പാണ്ഡവ മാതാവായ കുന്തിദേവി ഇവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പ്രതിഷ്ഠാ സമയത്ത് വിഗ്രഹത്തിൽ പതിഞ്ഞ കുന്തിദേവിയുടെ വിരൽപ്പാട് ഇപ്പോഴും ഇവിടുത്തെ മൂലബിംബത്തിൽ കാണാൻ കഴിയുമെന്ന് പഴമക്കാർ പറയുന്നുണ്ട്. അഷ്ടകരങ്ങളാൽ ഇഷ്ടവരം തരും ചക്കുളം കാവിലേയം. അങ്ങനെ കാലാന്തരത്തിൽ മുതുകുളം ദേശക്കാർക്ക് ദ്വാപരയുഗത്തോളം പഴക്കവും സാക്ഷാൽ പഞ്ചപാണ്ഡവരുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് പാണ്ഡവർക്കാവുന്ന ദേവീക്ഷേത്രമുണ്ടാവുകയും തലമുറകളായി തങ്ങളുടെ പരദേവതയായ ദേവി സ്നേഹാമൃതം ചുരത്തി ഈ ഗ്രാമത്തിന്റെ ചൈതന്യമായി നിലകൊള്ളുന്നുവെന്നതാണ് സത്യം. പാണ്ഡവർക്കാവിലമ്മയുടെ ഇഷ്ടവഴിപാടാണ് കദളിപ്പഴം. കദളിപ്പഴത്തിന്റെ മാഹാത്മ്യമോതുന്ന കഥകൾ ഗ്രാമത്തിൽ പ്രസിദ്ധമാണ്. എന്നും പുലർച്ചെ അഭിഷേകത്തിനു ശേഷം ഒരു കദളിപ്പഴം മുടങ്ങാതെ ദേവിക്ക് നേദിക്കുന്നുണ്ട്. ദേവീ പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം
ആദ്യമായി നിവേദ്യമർപ്പിച്ചത് കദളിപ്പഴമാണ്. അതുകൊണ്ടാണ് കദളിപ്പഴം ഇവിടുത്തെ ഇഷ്ടവഴിപാടായി മാറിയത്. മഹാ ഐശ്വര്യദായിനിയായ പാർവതീദേവിയുടെ 8ാമത്തെ അവതാരമായ മഹാഗൗരിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ദേവിയുടെ തിരുനാളായാണ് തൃക്കാർത്തിക അറിയപ്പെടുന്നത്. എല്ലാ ദേവീക്ഷേത്രങ്ങളിലും എന്ന പോലെ ഇവിടെയും തൃക്കാർത്തിക ആഘോഷിക്കാറുണ്ട്. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക കൂടാതെ ധനുമാസ കാർത്തികയ്ക്കും ഇവിടെ സവിശേഷതയുണ്ട്. ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് ധനുമാസത്തിലെ കാർത്തിക നക്ഷത്രത്തിലാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഉത്സവ ദിവസങ്ങളിലെന്ന പോലെ ഈ ജന്മദിനത്തിലും വിശേഷാൽ പൂജകളും എഴുന്നള്ളത്തും നടത്താറുണ്ട്. വിശേഷ ദിവസങ്ങളിലും മലയാള മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയും അഖണ്ഡ നാമജപം ഇവിടെ നടക്കാറുണ്ട്. കൂടാതെ വിശേഷ ദിവസങ്ങളിലും മണ്ഡലമാസ സമയത്തും ഉത്സവ ദിനങ്ങളിലും വൈകിട്ട് ഭജന പാടുന്ന സംഘവും ഇവിടെയുണ്ട്. പ്രകൃതി അനുഗ്രഹിച്ച വിശാല ഭൂമിയിൽ ചുറ്റമ്പലവും നാലമ്പലവും ശ്രീകോവിലും ഉപദൈവങ്ങളും അടങ്ങുന്ന ക്ഷേത്ര സമുച്ചയം ഒരു ഗ്രാമത്തിൻ്റെ സർവവിശുദ്ധിയോടും കൂടി നിലനിൽക്കുന്നു. ദേവീമന്ത്രം ഉരുവിട്ടുകൊണ്ടിരുന്ന ക്ഷേത്രാങ്കണത്തിലെ മരങ്ങളുടെ നിശബ്ദതയിലേക്ക് പ്രദോഷപൂജയുടെ നാദങ്ങൾ നിറയുമ്പോൾ ദേവിയുടെ തിരുസന്നിധിയിലെത്തി പുണ്യദർശനം നേടുവാനായി ഭക്തജനങ്ങൾ പ്രദക്ഷിണ വഴികളിൽ നിറഞ്ഞു. ഇനിയുള്ള ഓരോ നിമിഷങ്ങളും പ്രാർത്ഥനകളുടേതാണ്. കുന്തിദേവി കൊളുത്തിയ വിളക്കുകളുടെ തുടർച്ച പോലെ ക്ഷേത്രവിളക്കുകൾ തെളിയുന്നു. നമുക്കുണ്ടാകുന്ന മേന്മകൾ ഒന്നും തന്നെ മറ്റൊരുവന് ദോഷമാകരുത് എന്നതാകണം നമ്മുടെ പ്രാർത്ഥന. ഏവരും സന്തോഷത്തോടെ വസിക്കുന്ന ഭൂമിയാകണം നമ്മുടെ സ്വപ്നം. ഏവർക്കും നന്മ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.